അതാ ഞാൻ പറഞ്ഞത്, പകുതിയിൽ നിന്ന് പോയ വിഷയങ്ങൾ മനസ്സിലാവില്ല. പരിശുദ്ധമായ ഖുർആൻ അർത്ഥമറിയാതെ ഓതിയാൽ പ്രതിഫലം ലഭിക്കൂല എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. പ്രതിഫലം ലഭിക്കൂല എന്നല്ല, ഒരു ഹർഫിന് 10 ഹസനത്ത് എന്ന രീതിയിൽ ഒരു ഹർഫിന് 10 പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത്. അലിഫ് ലാം മീം, അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ലാം മീം എന്നോതുമ്പോൾ 30 പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത്. അലിഫ് ലാം എന്ന് പാരായണം ചെയ്യുമ്പോൾ അല്ലാഹു പ്രതിഫലം നൽകുന്നത് 30 പ്രതിഫലമാണ്. എത്ര മിനിറ്റ്, ഒരു സെക്കൻഡ് പോലും വേണ്ട. അലിഫ് ലാം മീം 30 പ്രതിഫലം ലഭിച്ചു. അർത്ഥറിയാതെ ഓതിയാൽ പ്രതിഫലം കിട്ടൂല എന്നല്ല പറയുന്നത്. പക്ഷേ ഖുർആനിന്റെ യഥാർത്ഥ മഹത്വം അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ ബെനിഫിറ്റ്, ഉപകാരം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ അത് അർത്ഥം മനസ്സിലാക്കിയിട്ട് ഓതിയാലേ കിട്ടുള്ളൂ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു, മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ്, അദ്ദേഹം വലിയ കൊള്ളത്തലവനായിരുന്നു. തന്റെ കാമുകിയുടെ വീട്ടിലേക്ക് മതിൽ ചാടി കിടക്കുമ്പോഴാണ് ആ വീട്ടിൽ നിന്ന് വളരെ മനോഹരമായ പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണം കേൾക്കാനിടയായത്. വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് ആരോ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. മഹാനായ ഫുളൈൽ എന്ന് പറയുന്ന കള്ളത്തലവൻ തന്റെ കാമുകിയുടെ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴാണ് വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് മനോഹരമായ ഖുർആനിന്റെ പാരായണം കേൾക്കുന്നത്. അലം യഅനി, സമയമായിട്ടില്ലേ, സമയമായിട്ടില്ലേ, അല്ലാഹുവിനെ പേടിച്ച് നന്നാവാനുള്ള സമയം ആയിട്ടില്ലേ, അല്ലാഹുവിനെ പേടിച്ച് നന്നാവാനുള്ള സമയം ആയിട്ടില്ലേ. വമാ നസല മിനൽ ഹഖ്, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ജീവിക്കാനുള്ള സമയമായിട്ടില്ലേ എന്ന് ആ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് വളരെ മധുരിതമായി വളരെ മനോഹരമായ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് കേട്ടപ്പോഴാണ് അദ്ദേഹം ആലോചിക്കാൻ തുടങ്ങിയത്, ഇത് എന്നോടാണല്ലോ പറയുന്നത്, ഇത് എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്, ഇത് എന്നെയാണല്ലോ ഉദ്ദേശിക്കുന്നത് എന്ന നിയത്തോടെ തന്റെ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെച്ചുകൊണ്ട് ആ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം പറയാണ്, യാ റബ്ബി വഖദ് ആൻ, യാ റബ്ബി വഖദ് ആൻ. അല്ലാഹുവേ, സമയമായിട്ടുണ്ട് റബ്ബേ, നന്നാവാനുള്ള സമയമായിട്ടുണ്ട് റബ്ബേ. ഇനി ഞാൻ കളവ് നടത്താൻ ഞാനില്ല, കൊള്ളിവെപ്പിന് ഞാനില്ല, വ്യഭിചാരത്തിന് ഞാനില്ല, തോന്നിവാസങ്ങൾക്ക് ഞാനില്ല, ഇനി ഞാൻ നന്നാവുകയാണ് എന്ന് അല്ലാഹുവിനോട് ആ സ്ഥലത്ത് വെച്ച് തീരുമാനിച്ച മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു സ്ഥലം വിടുകയാണ്. അങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ സങ്കേതം എവിടെയാണോ ഉള്ളത് ആ സ്ഥലത്തിന്റെ തൊട്ടടുത്തായി ഒരു കൂട്ടം മുസ്ലിമീങ്ങളായ ആളുകൾ അവിടെ ചർച്ച ചെയ്യുന്നത്, ഇന്ന് രാത്രി ഇവിടെ താമസിക്കണോ അല്ല ഞങ്ങൾ ഇന്ന് രാത്രി യാത്ര ചെയ്യണോ എന്ന് ചർച്ച ചെയ്യുമ്പോഴാണ് മറ്റൊരു കൂട്ടം ആളുകൾ പറഞ്ഞത്, ഇന്ന് രാത്രി ഇവിടെ താമസിക്കാം, എങ്ങാനും ഈ രാത്രിയിൽ ഞങ്ങൾ യാത്ര ചെയ്താൽ ഫുളൈലിന്റെ കൊള്ളത്തലവൻ ആളുകൾ ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടല്ലോ, ഞങ്ങൾ ആക്രമിക്കാൻ സാധ്യതയുണ്ടല്ലോ, അതുകൊണ്ട് ഇന്ന് ഇവിടെ താമസിച്ച് പ്രഭാതത്തിൽ പകൽ വെളിച്ചം കടന്നു വന്നാൽ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ലാഹുവേ, ഞാനിവിടെ കൊള്ളിവെപ്പും കൊലയും നടക്കുകയാണല്ലോ, ഞാനിവിടെ തോന്നിവാസം ചെയ്ത് നടക്കുകയാണല്ലോ, ഒരുപാട് മുസ്ലിമീങ്ങൾ എന്നെ പേടിച്ച് യാത്ര പോലും ചെയ്യാതെ, എന്നെ പേടിച്ച് ഒരു സ്ഥലത്ത് യാത്ര പോലും ചെയ്യാതെ തമ്പടിക്കുകയാണല്ലോ, അല്ലാഹ് ഞാൻ നന്നാവുകയാണ് റബ്ബേ എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധമായ ഹറമിന്റെ സമീപത്തേക്ക് കടന്നു ചെന്നിട്ട് തൗബ ചെയ്ത് ലോകം കണ്ട മഹാനായി മാറി മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ്. ഒരു ആയത്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയത്.
ഒരു ആയത്താണ്. ഏതാണ് ആയത്ത്? നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ടോ? ആ ചോദ്യം ഇന്ന് നമ്മയും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുന്നിലും നമ്മുടെ കർണപുടങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി ആ ചോദ്യം അവിടെ ബാക്കിയുണ്ട്. ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കുക. ഖുർആനിന്റെ ചോദ്യമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ആയത്താണ്. എന്നാൽ ഇത് ഖിയാമത്ത് നാൾ വരെ ഈ ഖുർആനിന് നിലനിൽപ്പുണ്ട് എന്ന് നമ്മൾക്ക് സംശയമില്ലാത്ത വിഷയമാണ്, അല്ലേ? ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. നാമായ ഖുർആനിനെ ഇറക്കിയത് നാമാണ്. പരിശുദ്ധമായ ഖുർആനിനെ ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കേണ്ട ബാധ്യതയും എനിക്കുണ്ട് എന്ന് അല്ലാഹു പറയുമ്പോ ഏറ്റവും വ്യക്തമായ ഒരു ഉദാഹരണം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ? മഅമൂൻ രാജാവിന്റെ സമീപത്തേക്ക് ഒരു ജൂതനായ ഒരു സഹോദരൻ വരുന്നുണ്ട്. മഅമൂൻ രാജാവ് അദ്ദേഹം ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട്. ആ ഒരു സദസ്സിലേക്ക് ഒരു ജൂതനായ ഒരു സഹോദരൻ കടന്നു വരാൻ. ആ ജൂതൻ വന്നപ്പോ മഹാനായ മഅമൂൻ രാജാവ് പറഞ്ഞു, ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു. നീ ഒരു ബനു ഇസ്രായേലുകാരനാണല്ലോ, നീ അഹ്ലു ബൈത്തിൽപ്പെട്ട അഹ്ലു കിതാബിൽപ്പെട്ട ആളാണല്ലോ, അതുകൊണ്ട് നിനക്ക് പരിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നുകൂടെ എന്ന് മഹാനായ മഅമൂൻ രാജാവ് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, സമയമായിട്ടില്ല, എനിക്ക് പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് മനസ്സിലായിട്ടില്ല, സമയമായിട്ടില്ല. മഅമൂൻ രാജാവിന്റെ സമീപത്ത് നിന്ന് അദ്ദേഹം യാത്ര ചോദിച്ചു തിരിച്ചു പോവുകയാണ്. കൃത്യമായി 1 വർഷം കഴിഞ്ഞപ്പോഴാണ് മഅമൂൻ രാജാവിന്റെ സമീപത്തേക്ക് ആ ജൂതനായ സഹോദരൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നും അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്നും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധി മഹാനായ മഅമൂൻ രാജാവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നപ്പോഴാണ് മഅമൂൻ രാജാവ് ചോദിക്കുന്നത്, 1 വർഷം മുമ്പ് ഞാൻ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടല്ലോ, 1 വർഷം മുമ്പ് പരിശുദ്ധമായ ഇസ്ലാമിനെ ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടല്ലോ, അന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, ഇന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചപ്പോ മഅമൂൻ രാജാവിനോട് അദ്ദേഹം ഒരു യാഥാർത്ഥ്യം പറയുകയാണ്. നിങ്ങളുടെ സമീപത്തു നിന്ന് ഞാൻ ഇറങ്ങിപ്പോയ ഉടനെ ഞാൻ നല്ല എഴുത്തുകാരനാണ്, നല്ല ഒരു ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആളാണ് ഞാൻ. നേരെ പോയി ഒരു തൗറാത്ത് എടുത്തു. തൗറാത്തിന്റെ അതേ ഒരു കോപ്പി, ഒരു 3 കോപ്പികളായി ഞാനും എഴുതി വെച്ചു. തൗറാത്തിലുള്ളതുപോലെ ഞാനും ഒരു പുസ്തകമായി അതിലുള്ളതുപോലെ പകർത്തി എഴുതി. പക്ഷേ ചില സ്ഥലങ്ങളിൽ ചില ആയത്തുകൾ, അതിന്റെ ചില സൂക്തങ്ങൾ ഞാൻ മാറ്റിമറിച്ചു. ചിലത് എന്റേത് വക ഞാൻ കൂട്ടിച്ചേർത്തു, മറ്റു ചിലത് ഞാൻ മായ്ച്ചു കളഞ്ഞു. എന്നിട്ടൊരു പൂർണ്ണമായ തൗറാത്തിന്റെ രൂപം അതുണ്ടാക്കുകയും എന്നിട്ട് ഞാൻ ജൂതന്മാരുടെ കൈകളിലേക്ക് നൽകിയപ്പോ വളരെ സന്തോഷത്തോടെ, വളരെ സ്വീകരണം നൽകിയ ആ ഒരു കിതാബിനെ അവർ സ്വീകരിക്കുകയുണ്ടായി. ഞാൻ അവർക്ക് നൽകി എന്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വന്നു. തൗറാത്തിൽ ഞാൻ മാറ്റം വരുത്തിയത് അവർ തിരിച്ചറിഞ്ഞില്ല, അതിലേക്ക് ഞാൻ കൂട്ടിച്ചേർത്തത് അവർ തിരിച്ചറിഞ്ഞില്ല, അതിൽ നിന്ന് ചില ആയത്തുകൾ മായ്ച്ചു കളഞ്ഞതും അവർ തിരിച്ചറിഞ്ഞില്ല. വളരെ സന്തോഷത്തോടെ, വളരെ സ്വീകരണം നൽകിയിട്ടാണ് ആ ഏടിനെ അവർ സ്വീകരിച്ചത്. പിന്നെ ഞാൻ രണ്ടാമതായി ബൈബിൾ എടുത്തു. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ബൈബിൾ ഞാൻ എടുക്കുകയുണ്ടായി. ബൈബിൾ എടുത്തു, അതുപോലെ മറ്റൊരു കോപ്പി ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്, അതുപോലെ പകർത്തെഴുതുകയാണ്. അതിന്റെ ചില വരികൾ ഞാൻ മായ്ച്ചു കളഞ്ഞു, അതിലേക്ക് എന്റേതായ ചില ആശയങ്ങൾ ഞാൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി, അതിലേക്ക് ചില വാക്കുകൾ ഞാൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി, ചില ആയത്തുകൾ ഞാൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി. എന്നിട്ട് അതേപോലെ ഒരു ബൈബിളായി ക്രൈസ്തവന്മാരുടെ കൈകളിലേക്ക് കൊണ്ടുചെന്ന് കൊടുത്തപ്പോ അവരും വളരെ ആദരവോടെ, വളരെ സന്തോഷത്തോടെ ആ ബൈബിളിന്റെ കോപ്പി സ്വീകരിക്കുകയാണ്. എന്നിട്ട് അവരെന്നെ സ്വീകരിച്ചിരുത്തി. അവർക്ക് ഞാൻ മാറ്റം വരുത്തിയത് തിരിച്ചറിഞ്ഞില്ല, അതിൽ നിന്ന് മായ്ച്ചു കളഞ്ഞതും അവർ തിരിച്ചറിഞ്ഞില്ല. ഇനി കൂട്ടാനുണ്ടോ? സൗണ്ട് ഉണ്ടെങ്കിൽ കൂട്ടി, ഫുള്ള് 4 മോണിറ്ററും മാക്സിമം കൂട്ടി, ഷാർപ്പ് സൗണ്ട് ഷാർപ്പാക്കി. അതേപോലെ അദ്ദേഹം പറയാണ്, ബൈബിൾ ഞാൻ മാറ്റത്തിരുത്തലുകൾക്ക് ഞാൻ വിധേയമാക്കിയപ്പോൾ അത് തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. പിന്നെ ഞാൻ പരിശുദ്ധമായ ഖുർആൻ എടുക്കുകയുണ്ടായി. കേൾക്കണം, പരിശുദ്ധമായ ഖുർആൻ ഒരു മുസ്ഹഫ് ഞാൻ എടുത്തു. അതുപോലെ മറ്റൊരു മുസ്ഹഫിലേക്ക് ഞാൻ ഇങ്ങനെ പകർത്തി എഴുതാൻ തുടങ്ങി.
ഒരു ആയത്തെന്ന രീതിയിൽ പകർത്തി എഴുതുമ്പോ അതിനിടയിൽ അറിയാതെ ചില പദങ്ങൾ ഞാൻ എന്റേത് വകയായി ഞാൻ കൂട്ടിച്ചേർത്തു. ചിലത് ഞാൻ മായ്ച്ചു കളഞ്ഞു, ചിലത് ഞാൻ ഡിലീറ്റ് ചെയ്തു, ചില ആയത്തുകൾ ഞാൻ എഴുതി വെച്ചില്ല. അങ്ങനെ ഒരു ഖുർആനിന്റെ കോപ്പി വെച്ച് മുസ്ലിമീങ്ങളായ ആളുകളുടെ കൈകളിലേക്ക് ഈ കോപ്പി നൽകിയപ്പോഴാണ് അവരാ കോപ്പി തുറന്നു നോക്കുന്നത്. ആ കോപ്പി വായിച്ചു നോക്കുമ്പോഴാണ് ചില മാറ്റത്തിരുത്തലുകൾക്ക് ഇത് വിധേയമായി എന്നവർക്ക് മനസ്സിലായത്. ആ കോപ്പി വലിച്ചെറിഞ്ഞിട്ട് എന്നെ അവർ ആട്ടിയോടിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇന്നാ നഹ്നു നസ്സൽനാ الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. ഇത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, ഇത് റബ്ബിന്റെ ഒരു ഗ്രന്ഥമാണ്, ഇത് രക്ഷിതാവായ അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. ഇതിലേക്ക് മാറ്റം വരുത്താൻ ഒരാൾക്കും കഴിയില്ല. ലാ യഅതീഹിൽ ബാതിലു, അതിലേക്കൊരു തിന്മ മുൻഭാഗത്തു നിന്നോ പിൻഭാഗത്തു നിന്നോ അറിയാതൊരു വാക്ക് പോലും ഇതിലേക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയൂല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഒന്നും ഞാൻ ആലോചിച്ചില്ല. ഉടനെ ഞാൻ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണെന്ന് മനസ്സിലാക്കിയ ഉടനെ ഞാൻ ഒരു സമയം പോലും പിന്തിപ്പിക്കാതെ ഉടനെ ഞാൻ അല്ലാഹുവിലേക്ക് കടന്നു വരികയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു എന്ന് ആയുധനായ സഹോദരൻ മുസ്ലിമായി മഅ്മൂൻ രാജാവിനോട് പറയുകയാണ്. ഇനി നിങ്ങൾ ആലോചിക്കേ, ഇനി നമ്മൾ ആലോചിക്കണം. ഇന്ന് ലോകത്തുള്ള സകലമാന വേദഗ്രന്ഥങ്ങളെയും, ഇന്ന് ലോകത്തിലുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളും എല്ലാ മതക്കാരുടെ ഗ്രന്ഥങ്ങളും ഏതെങ്കിലും ഒരു തീക്കുണ്ടാരത്തിലിട്ട് കത്തിക്കരിച്ചാൽ, ഉദാഹരണം പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ ഗ്രന്ഥമായ പരിശുദ്ധമായ ഖുർആൻ എല്ലാ കോപ്പികളും ലോകത്തിന്റെ മുക്കുമുലകളിലുള്ള സകലമാന കോപ്പികളും ഒരു തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ ഒരു കോപ്പി പോലുമില്ല. ഹാർഡ് കോപ്പിയില്ല, സോഫ്റ്റ് കോപ്പിയിലൊന്നുമില്ല, എല്ലാം വലിച്ചെറിഞ്ഞു. ബൈബിളുകൾ, മത്തായിയുടെ സുവിശേഷങ്ങൾ, മാർക്കോസിന്റെ സുവിശേഷങ്ങള്, ഋതുവേദങ്ങൾ, മഹാഭാരതം, രാമായണമെന്നില്ല. ലോകത്ത് ഏതൊക്കെ മതക്കാരുണ്ടോ, ഏതൊക്കെ വിശ്വാസക്കാരുണ്ടോ, അവരുടെയൊക്കെ ഗ്രന്ഥങ്ങളുടെ ഹാർഡ് കോപ്പിയും സോഫ്റ്റ് കോപ്പിയും നശിപ്പിച്ചാൽ ഏതെങ്കിലും ഒരു മതക്കാർക്ക് അതേപോലെ അവരുടെ ഗ്രന്ഥം തിരിച്ചു എഴുതി വെക്കാൻ സാധിക്കുമോ ഇല്ലയോ? സാധിക്കുമോ ഇല്ലയോ? ജൂതന്മാർക്ക് സാധിക്കുമോ? ഹൈന്ദവ വിശ്വാസികൾക്ക് സാധിക്കുമോ? ക്രൈസ്തവ വിശ്വാസികൾക്ക് സാധിക്കുമോ? ആർക്കാണ് സാധിക്കുക? ആരാണ് മനഃപ്പാഠമാക്കി വെച്ചിട്ടുള്ളത്? ആർക്കാണ് സാധിക്കുക? ഒരാൾക്കും സാധിക്കില്ല. പക്ഷേ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പരിശുദ്ധ ഖുർആനിന്റെ മുഴുവൻ കോപ്പികൾ ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കിയാലും നിമിഷ നേരങ്ങൾ കൊണ്ട് ഒരു ഹർഫിന് പോലും വ്യത്യാസമില്ലാതെ ഖുർആനിന്റെ ഗ്രന്ഥങ്ങൾ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് അടിച്ചിറക്കാൻ പറ്റുമെന്നതിൽ സംശയമില്ല. കാരണം ഹാഫിലീങ്ങൾ, ലക്ഷക്കണക്കിന് ഹാഫിലീങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ ഇന്നത്തെ ചർച്ചാ വിഷയം ഒരുപാട് ഹാഫിലീങ്ങളെ സമുദായത്തിന് സമർപ്പിച്ചത് കൊണ്ട് സമുദായത്തിന് എന്ത് നേട്ടമാണുള്ളത്? അതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. അതാണ് ഇന്ന് ചർച്ചാ വിഷയം. എല്ലാവർക്കും മക്കളെ ഹാഫിലിങ്ങളാക്കണം. പോയ സ്ഥലങ്ങളിലൊക്കെ ചോദിക്കുന്ന ഒറ്റൊരു ചോദ്യം, ഉസ്താദേ മകനെ ഹാഫിലാക്കണല്ലോ, എവിടെ ചേർക്കുക? കാസർഗോഡ് ജില്ലയിൽ എവിടെയാ സ്ഥലമുള്ളത്? മകളെ ഹാഫിലാക്കണമല്ലോ, എവിടെയാ കൊണ്ടുപോയി ചേർക്കുക? ഞാൻ ചോദിക്കട്ടെ, ഹാഫിലാക്കി മാറ്റിയാൽ മതിയോ? മക്കളെ ഹാഫിലാക്കിയത് കൊണ്ടെല്ലാം കഴിഞ്ഞു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. മക്കളെ ഹാഫിലാക്കിയിട്ട് എന്ത് ഉപകാരമാണുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞു, പ്രതിഫലം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ മഹാന്മാരായ പൂർവീകന്മാരായ സ്വഹാബാക്കളുമായി എന്ത് ബന്ധമാണ് ഈ വിഷയത്തിൽ നമ്മൾക്ക് പറയാനുള്ളത്? എന്ത് ബന്ധമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നാ സഅബ അലൈനാ ഹിഫ്ളുൽ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസമുണ്ടായിരുന്നു. ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസപ്പെട്ടിരുന്നു. ഒരുപാട് പ്രയാസങ്ങൾ ഞങ്ങൾ സഹിച്ചിരുന്നു. അത്തരത്തിൽ ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. പക്ഷേ വസഹുല അലൈനൽ അമലു ബിഹി, ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാൻ ഞങ്ങൾക്കൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല. ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാൻ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. മനഃപ്പാഠമാക്കാൻ വളരെ പ്രയാസമായിരുന്നു നമ്മൾക്ക്. ഇനി ഇന്നത്തെ കാലം ആലോചിച്ചു നോക്ക്. ഹാഫിലിങ്ങൾ ഇഷ്ടം പോലെ. മിനിഞ്ഞാന്ന് വടകരയിൽ ഒരു പരിപാടി, ഒരു ഹാഫിലിങ്ങൾക്ക് സന്നദ്ധാനം നൽകുന്ന ഒരു സദസ്സിൽ പങ്കെടുത്തപ്പോ ആദരണീയരായ MT ഉസ്താദ് പറഞ്ഞു, രാത്രി ഉറങ്ങാൻ കിടന്നൊരു സഹോദരൻ രാവിലെ ആകുമ്പോ ഹാഫിലായിട്ടുണ്ട്. രാത്രി ഉറങ്ങാൻ കിടന്നവരാണ് രാവിലെ ആകുമ്പോ ഹാഫിലായിട്ടുണ്ട്. സംഭവിക്കാം, ഒന്നും അത്ഭുതമല്ല.
അതൊന്നും അത്ഭുതമായി കാണേണ്ടതില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ ഹിഫ്ള് കൊണ്ട്, വെറും ഹിഫ്ള് മാത്രം നമ്മളിൽ ഒതുക്കിയത് കൊണ്ട് എന്ത് നേട്ടം നമ്മൾക്കുണ്ടായി? ഒരുപാട് ഹിഫ്ള് കോളേജുകൾ നമ്മുടെ നാട്ടിൽ വളർന്ന് പന്തലിച്ചത് കൊണ്ട് എന്ത് നേട്ടമുണ്ടായി? എന്ത് നേട്ടമുണ്ടായി? മഹാനായ ഇബ്നു റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നാ സഅബ അലൈനാ ഹിഫ്ളുൽ ഖുർആൻ. ഖുർആൻ മനപ്പാഠമാക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസമുണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രയാസം. പക്ഷേ വസഹുല അലൈനൽ അമലു ബിഹി, ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാൻ ഞങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. എന്താണോ ഖുർആൻ അതുപോലെ ജീവിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. ഇനി നിങ്ങൾ കേൾക്ക്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവം എന്തേ ചോദിച്ചപ്പോ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, കാന ഖുലുഖുഹു ഖുർആന, നബി തങ്ങളുടെ സ്വഭാവമായിരുന്നു ഖുർആൻ. ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകൾക്ക് എന്റെ സ്വഭാവം ഖുർആൻ എന്ന് പറയാൻ പറ്റും? നിങ്ങൾ പോട്ടെ, വേണ്ട പറയുന്നത് എനിക്ക് പറ്റും. ഖുർആൻ സ്വഭാവമായി മാറണം, മനപ്പാടാക്കലല്ല. ഇത് ഖുലുഖ്, കാന ഖുലുഖുഹു ഖുർആന. ഭാര്യയോട് ചോദിക്കുകയാണ്, നിങ്ങളെ പുതിയാപ്പിളയുടെ സ്വഭാവം എന്താണ്? അയ്യയ്യേ, വൃത്തികെട്ട സ്വഭാവമാണ്. അത് പറയാൻ പാടില്ല. എന്റെ ഭർത്താവ് ഖുർആനാണ്, എന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്ന് പറയിപ്പിക്കുന്ന എത്ര പുതിയാപ്പിളമാരെവിടെ ഉണ്ട്? അല്ലെങ്കിൽ എത്ര പെണ്ണുങ്ങളുണ്ട്? ഭർത്താവ് പറയണം, എന്റെ ഭാര്യ ഖുർആനാണ്, ഖുർആൻ അധിഷ്ഠിതമായ ജീവിതമാണ് എന്റെ ഭാര്യ നയിക്കുന്നത് എന്ന് പറയാൻ യോഗ്യരായ എത്ര പെണ്ണുങ്ങളുണ്ട്? ഹാഫിലുകളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. ഒരു വീട്ടിൽ ഒരാളെന്ന രീതിയിൽ ഹാഫിലുകളുണ്ട്. പ്രത്യേകമായി പറഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ വലിയ വലിയ മുതലാളിമാരൊക്കെ മക്കളെ ഹാഫിലുകളാക്കാം. ഇഷ്ടംപോലെ ആളുകൾ അറിയാം. മുതലാളിമാർക്കൊക്കെ വലിയൊരു മാറ്റം വന്നൊരു സമയമാണിത്. എത്രയോ വലിയ വലിയ മുതലാളിമാരറിയാം, മക്കളെ ഹുദവിയാക്കണം, മക്കളെ ഹാഫിലാക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ദുആ ചെയ്യാൻ പറയുന്ന എത്രയോ വലിയ കോടീശ്വരന്മാരറിയാം. അൽഹംദുലില്ലാഹ്, അല്ലാഹു നിലനിർത്തട്ടെ.